ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സറാമോടെ ചാനലിലെ ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു വഴുതനങ്ങ തീയൽ വെക്കാം. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇത് ഞാൻ ഇവിടെ തന്നെ നട്ട് വളർത്തിയിരിക്കുന്നത് വഴുതനങ്ങയാണ്. ഇതും കുറച്ച് ചുമന്നുള്ളിയും കൂടെ ആദ്യം നമുക്ക് പൊളിച്ചരിഞ്ഞ് വെള്ളത്തിലിട്ടിടാം, കഴുകിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങയൊക്കെ വറക്കണം. ആദ്യം നമുക്ക് ഇത് അരിയാം. ഇതെങ്ങനെ അരിയുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ നമ്മൾ തീയൽ വെക്കുമ്പോൾ തേങ്ങ വറക്കുമ്പം അതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പിലയും കൂടെ നമ്മൾ വറുത്ത് അരയ്ക്കുവാണെങ്കിലോ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ വഴുതനങ്ങ അതുകൊണ്ട് അരിഞ്ഞു, ചുമന്നുള്ളി എടുത്തു, പച്ചമുളക് എടുത്തു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് വഴറ്റണം. അതിന് മുമ്പ് നമുക്ക് തേങ്ങ ആദ്യം വറുത്തെടുക്കാം. മുളകുപൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നമ്മൾ ചൂടാക്കി എടുത്തതാണ്. ഇതിന് നമുക്ക് അരച്ചിട്ട് വരണം. അതിന് മുമ്പ് നമ്മൾ ഈ ചീനച്ചട്ടി തന്നെയാണ് ഞാൻ ഇനി നമുക്ക് വഴറ്റാനുള്ള വഴുതനങ്ങയും ചുമന്നുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ചീനച്ചട്ടി തന്നെ ഇട്ടങ്ങ് വഴറ്റിയാൽ മതി. വേറൊരു പാത്രം എടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ ഇട്ട് വഴറ്റും. അതിന് മുമ്പായിട്ട് ഞാൻ അരച്ചോണ്ട് വരട്ടെ. അല്ല, നമ്മുടെ തേങ്ങ വറുത്തത് ഓൾമോസ്റ്റ് റെഡിയായി വന്നു. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ ആദ്യം ഗ്യാസ് സിമ്മിലാക്കിയിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് ശകലം ഇട്ട മുളക് പൊടി ഇച്ചിരി ഇടാവും. ഒരു സ്പൂണെന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണിൽ ഇട്ട് നമ്മളതും കൂടെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് എടുക്കണം. ഒത്തിരി ആവില്ല. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒത്തിരി കൂടിപ്പോയുണ്ടല്ലോ നമ്മുടെ തീയലിൻ്റെ ആ ടേസ്റ്റേ മാറിപ്പോകും. ശകലം തേങ്ങയുടെ ടേസ്റ്റ് വേണം നമുക്ക് തീയലിന് മുമ്പിൽ നിൽക്കാൻ. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്കെടുത്ത് ഇത് നമുക്ക് അരയ്ക്കാം. നമ്മൾ വറക്കാണ്. തേങ്ങയും ഞാനകത്ത് 3-4 ചുമന്നുള്ളി ഇട്ടു, കരിയാപ്പില ഇട്ടു. കരിവേപ്പില ഇടുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് നമ്മുടെ തീയലിന്. നല്ലതായിട്ട് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളിത് മൂപ്പിച്ചെടുക്കണം. ഇത് എത്രത്തോളം നമ്മൾ കരിയാപ്പിലയും ചുമന്നുള്ളി ഇതിനകത്ത് ചേർക്കുന്നു, നല്ല ബ്രൗണാക്കി എടുക്കുന്നു, അത്രയും നല്ല ടേസ്റ്റായിരിക്കും തീയലിന്. എന്നിട്ടത് നമ്മൾ അരകല്ലയിലോട്ട് അരയ്ക്കണം. അരകല്ലയിൽ കൂടെ അരച്ചെടുക്കുകയാണെന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വഴുതനങ്ങയാണെങ്കിലും നമ്മുടെ ഇവിടെ വീട്ടുമുറ്റത്ത് തന്നെ ഞാൻ നട്ട് എടുത്ത വഴുതനങ്ങ പല തരത്തിലുള്ളതുണ്ട്. ഇവിടെ വഴുതനങ്ങയും കോവയ്ക്കായും വെണ്ടയ്ക്കായും എല്ലാം നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ഇങ്ങനെ നട്ട് എടുക്കുകയാണെങ്കിൽ വിഷം ചേരാത്ത പച്ചക്കറി നമുക്ക് കൂട്ടാം. എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി ഇത് മൂത്ത് വരണം. നല്ലതായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളിതിങ്ങനെ ഇളക്കി വയ്ക്കണം. അപ്പോൾ ഈ തേങ്ങ ചില തേങ്ങയൊക്കെ ഉണ്ടല്ലോ, എണ്ണമയില്ലാത്ത തേങ്ങയാണെങ്കിൽ നമ്മൾ ശകലം ചീനച്ചട്ടിക്കകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ട് തേങ്ങ വറക്കുവാണെങ്കിൽ അടിക്ക് പിടിക്കത്തില്ല, നല്ലതായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇത് നോക്കട്ടെ. ആ ചീനച്ചട്ടിയിലോട്ട് തന്നെ ഞാൻ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട്, നമുക്ക് പിന്നീട് കടുക് പൊട്ടിക്കേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് തേങ്ങ എല്ലാം എടുത്തതിന് ശേഷം ഇങ്ങനെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് വഴുതനങ്ങയും ചുവന്നുള്ളി എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് ചുരുക്കം കൂടെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും. നമ്മൾ അരച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് നല്ലതായിട്ട് വഴങ്ങണം. ഇടയ്ക്ക് ഞാൻ അരയ്ക്കാൻ ഇടയ്ക്ക് വന്നാണ് ഇത് ചെയ്യുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് ഇടണം, ഇച്ചിരി മഞ്ഞൾ പൊടി ഇടണം. നമ്മുടെ വഴുതനങ്ങ ഉള്ളി പച്ചമുളക് എല്ലാം കൂടെ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. അല്ല, അരപ്പ് ഞാൻ അരച്ചുകൊണ്ട് വന്നു. നമുക്ക് ഈ അരപ്പ് ഇതിനകത്തോട്ട് ഇടാം. ഇനി ഇതിനകത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ശകലം പുളി, നമ്മുടെ വാളംപുളി പിഴിഞ്ഞ് ഇതിനകത്ത് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ചിലർക്ക് തീയൽ കുറുകിയിരിക്കണം, ചിലർക്ക് ചാറ് വേണം. അപ്പം നമ്മുടെ ആവശ്യാനുസരണം എങ്ങനെയാണ് നമ്മൾ വെള്ളം ചേർത്ത്, ചാറ് വേണ്ടവർക്ക് വെള്ളം ചേർത്ത്, കുറുകി വേണ്ടവർക്കെല്ലാം അങ്ങനെ. പിന്നെ ഇവിടെ
ഇനി ഇങ്ങനെ ഈ പരുവ ഇഷ്ടം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ശകലം പുളി പിഴിഞ്ഞ്, എനിക്ക് ഇതിനകത്ത് കടുക് വറുക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇനി നമ്മൾ പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിളയ്ക്കുക, ഓഫ് ചെയ്യണം. ഓക്കെ, നമ്മൾ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു. അത് കഴിഞ്ഞിട്ട് 2 കരിയാപ്പിലയും കൂടി ഇടണം കേട്ടോ. കരിയാപ്പിലയും കൂടി ഇട്ട് ഉപ്പും നോക്കിയിട്ട് നല്ലോണം തിളച്ച് കഴിയും ഓഫ് ചെയ്യണം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.